സുവിശേഷീകരണത്തിന്റെ ദൗത്യ പ്രഖ്യാപനത്തിൽ യേശുനാഥൻ ഇപ്രകാരം അരുളിച്ചെയ്തു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മഹനീയമായ ദൗത്യമാണ് സുവിശേഷീകരണം. നാം അറിയുന്ന ആത്മീയ സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി നിത്യാഗ്നിയിൽ നിന്നും സാത്താന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ചിലതിനെ വലിച്ചെടുക്കുമ്പോഴാണ് ആ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. നാം നമ്മുടെ സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ നാമുമായി അടുത്തിടപെടുന്നവരോടോ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നാണക്കേടായി തോന്നാറുണ്ടോ? എങ്കിൽ ദൗത്യം ഏൽപ്പിച്ചവൻ നമ്മെ ഓർത്തു ലജ്ജിക്കും. ഇവിടെ ഇതാ യേശുവിനെ അറിയാതെ നിത്യനാശത്തിലേക്ക് നിബന്ധിച്ച ഒരു സുഹൃത്ത് തന്റെ പ്രിയ സുഹൃത്തിന് ആ നിത്യാഗ്നിയിൽ കിടന്നുകൊണ്ട് എഴുതിയ ഒരു കത്തിന്റെ ഉള്ളടക്കം ഒരു ദൃശ്യാവിഷ്കാരമായി APA സൺഡേ സ്കൂൾ ജൂനിയർ സ്റ്റുഡൻസ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നരകത്തിലെ കത്ത്. പ്രിയ സുഹൃത്ത് ജോഷ് അറിയുന്നതിന് നിന്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന് നീ വിശേഷിപ്പിച്ച ജാക്ക് എഴുതുന്നത്: എടാ ജോഷി, നാം ഒരുമിച്ച് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ആ കാർ ആക്സിഡന്റിൽ ഞാൻ മരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. നീ രക്ഷപ്പെട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയല്ലേ? എടാ, നാം ഒന്നിച്ച് യാത്രകൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ പങ്കിട്ടു. നിന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്തതായി ഒന്നുമില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ജീവിതത്തിലും നീ അറിയാത്തതായി ഒന്നുമില്ലായിരുന്നു. നാം ഒന്നിച്ച് എന്തോരം കളിച്ചു, നാം ഒന്നിച്ച് ഇണങ്ങിയും പിണങ്ങിയും എത്ര കാലം ജീവിച്ചടാ. നീ സത്യക്രിസ്ത്യാനിയാണെന്നും യേശുവിനെ ആരാധിക്കുന്നവനാണെന്നും എനിക്കറിയാമായിരുന്നു. എന്നിട്ടും എന്തേ ജോഷെ നീ ആ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? ഞാൻ എന്നെ പല ഉല്ലാസങ്ങളിൽ ഏർപ്പെടാൻ ക്ഷണിച്ചപ്പോഴും നീ സ്നേഹപൂർവം അത് നിരസിച്ചു. കാരണം മാത്രം നീ എന്നോട് പറഞ്ഞില്ല. മരണമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നിനക്കറിയാമായിരുന്നു, എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ല. യേശു എന്ന സത്യദൈവത്തെ കുറിച്ച് നിനക്കറിയാമായിരുന്നു, എന്നിട്ടും എന്തേ ജോഷെ നീ എന്നോട് ഇത് പറയാതിരുന്നത്? ഇന്നലെ ആ ക്ലാസ്സിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ ആത്മാവ് എന്റെ ശരീരത്തിൽ നിന്നും വേറിട്ട് പോകുന്നത്. മരണമെന്ന സത്യത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് നാം ഏതോ മായാവലയത്തിൽ ദുഃഖങ്ങൾ അറിയാതെ, വേദനകൾ അറിയാതെ എന്നും കിടക്കുന്ന ഇടമാണെന്നാണ്. എന്നാൽ ഞാൻ ഇവിടെ എത്തിയ ശേഷം എനിക്ക് എല്ലാം മനസ്സിലായി. ഇത് മായയല്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇവിടെ എനിക്ക് സംസാരിക്കാം, എനിക്ക് ഫീൽ ചെയ്യാം, എനിക്ക് തിരിച്ചറിയാം, എനിക്ക് കരയാം, ചിരിക്കാം, ചിന്തിക്കാം. യെസ്, ഇതൊരു ജീവിതമാണ്. ഇട ജോഷേ, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, നിനക്കിതിനെ കുറിച്ച് എല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു. നീ എന്നെ നിന്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞത് പേരും കള്ളമാണ്. എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? ഇന്നലെ എന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ട ഉടനെ എന്റെ ആത്മാവിനെയും എടുത്തുകൊണ്ട് 2 ദൂതന്മാർ അതിവേഗത്തിൽ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇവിടേക്ക് പ്രവേശിക്കും മുൻപ് 2 വാതിലുകൾ ഞാൻ കണ്ടു. ഒന്ന് അബ്രഹാമിന്റെ മടിയെന്നും രണ്ടാമത്തേതിൽ യാതനാസ്ഥാനമെന്നും എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ 2 ദൂതന്മാർ ഇരുന്നിരുന്നു. അവരുടെ കയ്യിൽ ജീവന്റെ പുസ്തകം എന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുവന്ന ദൂതന്മാർ ആ പുസ്തകത്തിൽ എന്റെ പേരുണ്ടോ എന്ന് പരതി. ഉടനെ യാതനാസ്ഥലത്തെ ദൂതന്മാർ എന്റെ ആത്മാവിനായി വാദിച്ചു കൊണ്ടുവന്നു. ഇവൻ ഞങ്ങളുടെ അവകാശിയാണ്, ഇവിടെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് വാദിച്ചു കൊണ്ടിരുന്നു. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരില്ലാതിരുന്നതിനാൽ എന്നെ യാതനാസ്ഥലത്തെ ദൂതന്മാർ ഏൽപ്പിച്ചു. അയ്യോ, ഇത് ഭയങ്കരമാണ്, സഹിക്കാൻ കഴിയുന്നതും അപ്പുറമാണ്. ദൂതന്മാർ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ചുട്ടുകൊള്ളുന്ന തീയാണ്. എനിക്ക് വയ്യട ജോഷേ, എനിക്ക് വയ്യ. നീ എന്നോടൊരു വാക്ക് ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ, എന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, എടാ, ഈ മരണത്തെ കുറിച്ചോ മരണാനന്തര ജീവിതത്തെ കുറിച്ചോ നിനക്കറിയാമായിരുന്നത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ്.
നരകയാതന എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, അത് ഭീകരമാണ്, അതിഭീകരമാടാ. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. എത്തിപ്പെടരുത്. നീ പറയണം, യേശുവിനെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരോട് പറയണം. മരണവും നരകവും പച്ചയായ ജീവിതം പോലെ യാഥാർത്ഥ്യമാണെന്ന് പറയണം. ഈ കാഠിന്യം അനുഭവിക്കുവാൻ ആരെയും അനുവദിക്കരുത് ജോഷ്. അയ്യോ, ഈ നരകവാസം ഇത്ര ഭയങ്കരമാണ്. മനം തിരിഞ്ഞേശുവേ അറിയുക വേഗം. നിത്യാഗ്നിയിൽ